ഞാനൊരു ടെലിവിഷൻ ചാനലിലും ഇന്ന് അവരുടെ ആരുടെയും പ്രതികരണം കണ്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് വെച്ച് ഞാൻ പറയുകയാണ്, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നത്. നിങ്ങൾ എന്ന് പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ ഇരട്ടത്താപ്പും കാപട്യവുമാണ്. കാരണം പ്രതിപക്ഷത്തിന് അറിയാത്ത കാര്യമല്ല ഇത്. പ്രതിപക്ഷം അനുകൂലമായ നിലപാടും അറിയിച്ചിട്ടുള്ളതാണ്. ഞങ്ങളെ അനുകൂല നിലപാട് പ്രതിപക്ഷം അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി KCBC പ്രതിപക്ഷമായിട്ട് കൂടി സംസാരിക്കട്ടെ. അത് KCBC പ്രതിപക്ഷമായിട്ട് കൂടി സംസാരിച്ചു. അല്ല, ഫയൽ നീക്കത്തിൽ മിന്നൽ വേഗം ഉണ്ടായിരുന്നെങ്കിൽ തീരുമാനം ഒക്ടോബറിലോ നവംബറിലോ ഉണ്ടാവുമായിരുന്നു. അതുണ്ടായില്ല. ഫയൽ നീക്കം വളരെ സാധാരണഗതിയേക്കാൾ സാധാരണഗതിയിൽ ഉണ്ടായതിനേക്കാൾ സാവധാനത്തിലാണ് നീങ്ങിയത്. ഇതിനിടയിൽ എന്തെങ്കിലും പുനരാലോചനകളൊക്കെ നടത്തിയിരുന്നു, അതുകൊണ്ടാണോ ഒരു വൈകലുണ്ടായത്? അല്ല, അത് സാധാരണഗതിയിലെടുത്ത പല താമസം കൊണ്ടാണ്. ഒരു കാര്യം, ഒരു വിവാദമുണ്ടാക്കിയിട്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കണമെന്ന് സർക്കാർ ഉദ്ദേശിച്ചിരുന്നില്ല. അപ്പോൾ വിവാദമില്ല എന്ന സൂചന കിട്ടിയതുകൊണ്ടാണ് ആ തീരുമാനത്തിലേക്ക് പോയത്. സർക്കാരിന്റെ പുതിയ മദ്യം ഈ മാസം പുറത്തിറങ്ങുകയാണല്ലോ. വില ഞാനല്ല നിശ്ചയിക്കുന്നത്, അത് ബെവ്കോയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മറ്റ് ആവശ്യം ഞാൻ ബെവ്കോയെ അറിയിക്കാം. അപ്പോൾ ബെവ്കോ ആണല്ലോ വില നിശ്ചയിക്കുക. അത് നേരത്തെ പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ചൊരു ചോദ്യമായിരുന്നു. നമ്മൾ സ്വകാര്യ മേഖലയിൽ ഡിസ്റ്റിലറി അനുവദിക്കാൻ തീരുമാനിച്ചപ്പോൾ മലബാർ ഡിസ്റ്റിലറി എന്തായി? സർക്കാരിന് അതിലൊരു ആത്മാർത്ഥതയും താല്പര്യവും ഇല്ല. എന്നിട്ട് സ്വകാര്യ മേഖലയെ സഹായിക്കാൻ നടക്കുകയാണ്. ഞാൻ അന്നേ പറഞ്ഞിരുന്നു, മലബാർ ഡിസ്റ്റിലറി ഞങ്ങൾ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ പ്രവർത്തന ഉദ്ഘാടനം നടത്തും. മറ്റന്നാൾ 21-ാം തീയതി ഉദ്ഘാടനമാണ്. അവിടെയാണ് ഈ പുതിയ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നത്. അതെനിക്ക് മനസ്സിലായില്ല എന്താ. നിങ്ങൾ ഏതെങ്കിലും ഒരു വള്ളത്തിൽ ചവിട്ടി നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരേ സമയം വർധനത്തിന് വേണ്ടി ഘോരഘോരം വാദിക്കുകയും പിന്നെ സബ്സിഡി നിരക്കിൽ, ഇത് റേഷനറി ഒന്നുമില്ലല്ലോ, സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കാൻ രണ്ടും നിങ്ങൾ തന്നെയാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ തമ്മിലൊരു തീർപ്പിലെത്തുക. ഇടതുമുന്നണിയിൽ ചർച്ച ഉണ്ടായിട്ടില്ല. ഒരു മുഖ്യമന്ത്രി ഇടപെട്ട് നേരത്തെ വളരെ പെട്ടെന്ന് തീരുമാനിച്ചു എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചർച്ച നടന്നു. അല്ലല്ല, ഇത് ഇടത് രാഷ്ട്രീയമായിട്ടുള്ള ഒരാശയവിനിമയം നടക്കാതെ ഇതുപോലൊരു കാര്യം തീരുമാനിക്കില്ല എന്നുള്ളത് വ്യക്തമല്ലേ? അത് വ്യക്തമാണല്ലോ. ഒരു സമയം നേരിട്ടുള്ള തീരുമാനം സർക്കാർ എടുക്കുമ്പോൾ മുന്നണിയിലെ എല്ലാവരുമായി ഔദ്യോഗികമായി LDF യോഗത്തിൽ ചർച്ച ചെയ്യണ്ടേ? അല്ലെങ്കിൽ അതൊക്കെ ആലോചിക്കേണ്ട ആൾക്കാർ ആലോചിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടതുമുന്നണിയിൽ എല്ലാ പാർട്ടികളും സംസാരിച്ചിട്ടുണ്ട്. ആലോചിക്കേണ്ട ആളുകൾ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ചിട്ടുണ്ടെന്ന വിവരമാണ് എനിക്കുള്ളത്. അതാ പറഞ്ഞത്. LDF മന്ത്രിസഭയിൽ ഇത് വരേണ്ട കാര്യമില്ല, ക്യാബിനറ്റിൽ വരേണ്ട വിഷയമല്ല ഇത്. LDF ആലോചിക്കേണ്ട ആളുകളുമായിട്ടൊക്കെ ആലോചിച്ചതായിട്ടാണ് എൻ്റെ കയ്യിലുള്ള വിവരം. രാഷ്ട്രീയമായിട്ടൊരു ആലോചന ഇല്ലാതെ സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് പോകില്ല. LDF കൺവീനറുടെ ഇന്നത്തെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പത്രവാർത്തകളിലൂടെയാണ് ഉത്തരവിറങ്ങിയത്. അങ്ങനെ എനിക്ക് പറഞ്ഞിട്ടുണ്ടാവുക നേതാവിൻ്റെ പ്രതികരണം. ഞാൻ കണ്ടില്ല അദ്ദേഹം പറഞ്ഞത്. അതറിയാൻ അതിയായ താല്പര്യമുണ്ട്. എന്തായിരുന്നു അദ്ദേഹം ഒന്ന് പറഞ്ഞത്? ഈ ടൂറിസം കേന്ദ്രങ്ങൾ കൂടുതൽ അനുവദിച്ചത് ഇതിനു വേണ്ടിയാണോ എന്ന് സംശയിക്കുന്നു എന്നുള്ളത്. അതാണ് ഒരു കാര്യം പറഞ്ഞത്. മറ്റൊന്ന് ഈ പറഞ്ഞതാണ്, വേഗത്തിൽ ഇതിന്റെ ഫയലുകൾ വളരെ വേഗത്തിൽ നീങ്ങി എന്നുള്ള ഒരു ആരോപണം കൂടിയുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ഫയല് നടപടിക്രമങ്ങൾ പാലിച്ച് യഥാർത്ഥത്തിൽ വൈകുകയാണ് ചെയ്തത്, വേഗത്തിലല്ല നീങ്ങിയത്. കുറച്ച് കൂടുതൽ കാലതാമസം ഉണ്ടാവുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഒക്ടോബറിൽ തീരുമാനമുണ്ടാകുമായിരുന്നു. ഫയൽ നീങ്ങുന്നത് വളരെ അവധാനതയിലാണ് ഫയൽ നീക്കമൊക്കെ നടന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ദുരൂഹത ആരോപിക്കലാണല്ലോ. ഇനി ഞാൻ ഒരു കാര്യം പറയാം, പ്രതിപക്ഷത്തിന് ഇതറിയാമായിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, മാന്യത എല്ലാവരും പുലർത്തുന്നത് നല്ലതാണ്. ഇത്
പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നു സർക്കാർ ഈ തീരുമാനം എടുക്കുന്നു എന്നുള്ളത്. പ്രതിപക്ഷം അനുകൂല നിലപാട് അറിയിക്കുകയും ചെയ്തതാണ്. എങ്ങനെയാണ് സർക്കാരിന് അത് അനുകൂലമാണ് തീരുമാനം അറിയിച്ചത്? രേഖാമൂലമാണ്? എല്ലാ കാര്യങ്ങളും രേഖാമൂലമല്ലല്ലോ ഉണ്ടാകുക. ഇത്തരം കാര്യങ്ങളിലൊക്കെ ചില ആശയവിനിമയം സാധാരണഗതിയിൽ നടക്കുമല്ലോ. അതാ പറഞ്ഞ എല്ലാ കാര്യവും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പുലർത്തേണ്ട ഒരു മര്യാദ ഞാൻ പുലർത്തും. പ്രതിപക്ഷം പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന സമയത്ത് ഈ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന സമയത്ത് ഇത് ചെയ്തതിൽ ദുരൂഹത ആരോപിക്കുകയാണ് അവർ ചെയ്യുന്നത്. അല്ല, അതാ പറഞ്ഞത് പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നു എന്ന്. പ്രതിപക്ഷം ഇന്നല്ല പ്രതിപക്ഷം അറിയുന്നത്. പ്രതിപക്ഷത്തിന് അനുകൂല നിലപാടുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ. ഇനി തർക്കം ഉന്നയിക്കുമ്പോൾ ഞാൻ പറയാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരും എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് ഇപ്പോഴല്ല, അവർക്ക് നേരത്തെ അറിയാമായിരുന്നു. നേരത്തെ അറിയാമായിരുന്നു. ഈ സമയത്ത് തന്നെ ഇത് വരും. സമയം വൈകിയെന്നാണ് ഞാൻ പറഞ്ഞത്. അല്പം വൈകിപ്പോയി, കാരണം ഫയൽ നടപടികളൊക്കെ നീങ്ങുന്നതിൽ. നമ്മുടെ ഒരു കാര്യം പറയാം, സർക്കാരിൻ്റെ മുമ്പിൽ ഈ വിഷയം കുറേ കാലമായിട്ടുള്ളതാണ്. കുറേ കാലമായിട്ടുള്ള ആവശ്യമാണ്. ഇതുപോലെ നിരവധി ഇളവുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ടൂറിസത്തിൻ്റെ വീക്ഷണത്തിലും ഒക്കെ. ഇതിലെല്ലാം പൊതുവിൽ എല്ലാവർക്കും യോജിപ്പാണുള്ളത്. എല്ലാവർക്കും യോജിപ്പാണ് ഇക്കാര്യത്തിലൊക്കെ ഉള്ളത്. പക്ഷേ അപ്പോഴും യോജിപ്പുള്ളതും ചില കാര്യം തീരുമാനമെടുക്കാൻ ഒരാശങ്ക ഉണ്ടാവുമല്ലോ. ഇതിനെ എങ്ങനെ ചിത്രീകരിക്കും എന്നൊക്കെയുള്ള ആശങ്ക ഉണ്ടാവുമല്ലോ. ആ ആശങ്ക മാറിയ ഘട്ടത്തിലാണ് സർക്കാർ ഈ തീരുമാനം എടുക്കാൻ നിശ്ചയിച്ചത്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ആശങ്ക മാറി? അത് ബാക്കി ഇങ്ങനെ ചോദിച്ചാൽ മതി.